നിങ്ങൾക്കൊരു സ്ത്രീയുടെ കാലുകളോട് ലൈംഗിക ആകർഷണം തോന്നിയിട്ടുണ്ടോ? എപ്പോഴാണ് ലൈംഗികത വൈകൃതമായിട്ട് മാറുന്നത്? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ വളരെ വിചിത്രം എന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ വളരെയധികം പുരുഷന്മാർക്ക് താല്പര്യമുള്ള ഫുഡ് ഫെറ്റിഷിസം, അതായത് ഒരു സ്ത്രീയുടെ കാലുകളോട് തോന്നുന്ന ലൈംഗിക ആകർഷണത്തെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ അല്ലേ? അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ അടുത്ത ഇടയ്ക്ക് ബോളിവുഡിലെ തന്നെ ഒരു കാലത്തെ മുൻനിര സംവിധായകരിൽ ഒരാളായ രാം ഗോപാൽ വർമ്മ നടിയായ അഷു റെഡ്ഡിയുടെ കാലുകൾ ചുംബിക്കുകയും നക്കുകയും ഒക്കെ ചെയ്തത് വളരെയധികം വിവാദമുണ്ടാക്കിയിരുന്നു. ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഏറ്റവും ലൈംഗിക ആകർഷണം തോന്നുന്ന അവയവം അവരുടെ കാലുകളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വളരെയധികം പുരുഷന്മാരുണ്ട്. ഈ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ത്രീയുടെ കാൽപ്പത്തി, ഉപ്പൂറ്റി, ആംഗിൾസ് തുടങ്ങിയവ മസാജ് ചെയ്യുന്നതിലും ലിക്ക് ചെയ്യുന്നതിലും അത് സ്മെല്ല് ചെയ്യുന്നതിലും ഒക്കെ വളരെയധികം ആനന്ദം കണ്ടെത്തുന്നവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്ക പുരുഷന്മാർക്കും ഒരു സ്ത്രീയുടെ കാലുകളോട് ഒരിക്കലെങ്കിലും ലൈംഗിക ആകർഷണം തോന്നിയിട്ടുണ്ടാവും. എന്നാൽ ഈ ഫുഡ് ഫെറ്റിഷിസം എന്ന് പറയുന്ന പ്രത്യേക താല്പര്യമുള്ള പുരുഷന്മാരെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ഈ ഒരു സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീകളുടെ കാലുകളോട് മാത്രമായിരിക്കും. എന്ന് പറഞ്ഞ് ഇതൊരു മാനസിക രോഗമായിട്ടോ വൈകൃതമായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല. ഇത് വളരെ നോർമലും ഹെൽത്തിയുമായിട്ടുള്ള കാര്യമാണ്. പല സ്ത്രീകൾ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യുകയും അവരുടെ ഫോർപ്ലേയുടെ ഭാഗമായിട്ട് ഇതിനെ കാണുകയൊക്കെ ചെയ്യുന്നവരാണ്. ഇനി എന്താണ് ഫോർപ്ലേ എന്നതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. അചേതന വസ്തുക്കളിൽ ലൈംഗിക ആകർഷണം തോന്നുന്ന വളരെയധികം പുരുഷന്മാർ ഈ ലോകത്തിലുണ്ട്. സ്ത്രീകളുടെ മുലപ്പാലിനോട് ലൈംഗിക ആകർഷണവും താല്പര്യവും ഒക്കെ തോന്നുന്ന പുരുഷന്മാരെ പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. ഈ സെക്സിൽ നമുക്ക് വളരെ വിചിത്രമെന്ന് കേൾക്കുമ്പോൾ തോന്നിയേക്കാവുന്ന പല കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ലൈംഗികതയുടെ ഭാഗമായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മളാരും തന്നെ സെക്സിലുള്ള നമ്മളുടെ സ്വകാര്യ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാറില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം, മറ്റുള്ളവർ നമ്മളെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ മനസ്സിലാക്കും അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യും എന്നുള്ള ഒരു ഭയവും ആശങ്കയൊക്കെയാണ് അതിന് കാരണം. ഈ ലൈംഗികതയിൽ നമ്മളുടെ കൾച്ചറിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട പല കഥകളും മിഥ്യകളും ഒക്കെയുണ്ട്. എന്നാൽ ഇതിനൊന്നും സത്യവുമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈംഗിക താല്പര്യങ്ങളുമായിട്ടോ പലപ്പോഴും യാതൊരു ബന്ധവും ഉണ്ടാവാറില്ല. ഉദാഹരണത്തിന്, സെക്സിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം സന്താനോൽപാദനം എന്നാണ് നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു നോൺസെൻസ് ആണ്. ഈ സന്താനോൽപാദനത്തിന് വേണ്ടിയുള്ള സെക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലൈംഗികതയിൽ വെറും 5% മാത്രം താഴെയാണ്. ഒരു മനുഷ്യർ സെക്സിൽ ഏർപ്പെടുന്നത് പ്രധാനമായിട്ടും ഒറ്റയ്ക്കോ അല്ലാതെയോ ഒക്കെ അത് രതിസുഖത്തിന് അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടിയാണ്. അത് ആ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ വളരെയധികം പങ്കും വഹിക്കുന്നുണ്ട്. ഈ സെക്സിൻ്റെ ഉദ്ദേശം സന്താനോൽപാദനം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് നയിക്കാത്ത ലൈംഗിക താല്പര്യങ്ങളെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടും വൈകൃതമായിട്ടും ഒക്കെ നമുക്ക് തോന്നുന്നത്. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള സെക്ഷുവൽ ആക്ടിവിറ്റി, അത് എന്തുമായിക്കൊള്ളട്ടെ, അത് മൂന്നാമതൊരു വ്യക്തിക്ക് ഹാനികരമായിട്ട് മാറുന്നില്ലെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് വിധിക്കാനുള്ള ഒരു അവകാശം നമുക്കില്ല. അതിനുള്ള സ്വാതന്ത്ര്യവും സംരക്ഷണവും ഒക്കെ ഇന്ത്യയിലെ നിയമങ്ങൾ ഇന്ന് നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വിഷയത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് കാലുകളോട് മാത്രം ലൈംഗിക ആകർഷണം തോന്നുന്നത്? ഇന്ത്യൻ അമേരിക്കൻ ന്യൂറോ സയൻറ്റിസ്റ്റായ VS രാമചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു ക്രോസ് വയറിങ് കാരണമാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് ബ്രെയിനാണ്. നമ്മളുടെ ജനനേന്ദ്രിയങ്ങൾ നമ്മളുടെ കാലുകളെയും നിയന്ത്രിക്കുന്ന ബ്രെയിനിലുള്ള ഏരിയ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല പുരുഷന്മാർക്കും സ്ത്രീകളുടെ കാലുകളോട് ലൈംഗിക ആകർഷണം തോന്നുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. എന്തു തന്നെയായാലും ഈ ഫെറ്റിഷ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിലോ അവരുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിലോ ഒന്നും ഇതിനൊരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ഫുഡ് ഫെറ്റിഷിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVOX. Just sex, no shame.